എല്ലാവർക്കും നമസ്കാരം. 27 നക്ഷത്ര ജാതകരായിട്ടുള്ളവരുടെ വിഷുഫലം 2026 വിഷുഫലമാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അത്തം നക്ഷത്രത്തിൻ്റെ വിഷുഫലം ആണ് ഇപ്പോൾ പറയാൻ പോകുന്നത്. അത്തം നക്ഷത്രത്തിൽ ഈ വർഷം വളരെയധികം ഗുണാനുഭവങ്ങളും അതോടൊപ്പം കുറച്ച് ദോഷ അനുഭവങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അത്തം നക്ഷത്രത്തിന് ഈ വിഷുവർഷത്തിൽ ഈശ്വരാധീനം കൂടുതലുള്ള ഒരു സമയമായിരിക്കും. അത്തം നക്ഷത്രത്തിന് പൊതുവെ വ്യവസായങ്ങൾക്ക് പുരോഗതി ഉണ്ടാകും. ആരോഗ്യം മെച്ചപ്പെടുന്ന ഒരു വർഷമാണ് ഈ 2026 വിഷുവർഷം അത്തം നക്ഷത്രക്കാർക്ക്. കലാപരമായി ബന്ധമുള്ളവർക്ക് നിരവധി അവസരങ്ങൾ വന്നു ചേരുന്ന ഒരു വർഷമാണ് ഈ 2026 വിഷുവർഷം. സഹോദരരോ സഹോദര തുല്യരായിട്ടുള്ളവരുടെ അടുത്തു നിന്നും സങ്കടകരമായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടാകാനുള്ള അവസരം ഈ 2026 വിഷുവർഷത്തിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുപോലെ നല്ല സുഹൃത്ബന്ധങ്ങളിൽ വിള്ളൽ വീഴാനുള്ള അവസരവും ഈ 2026 വിഷുവർഷത്തിലുണ്ട്. വളരെയധികം കടബാധ്യത ഉള്ളവരാണ് നിങ്ങൾ എങ്കിൽ ആദ്യത്തെ 6 മാസത്തിന് ശേഷം ആ കടബാധ്യതകളെല്ലാം കുറഞ്ഞ് വരുന്നതായിരിക്കും. കലാപരമായിട്ടുള്ള വിദ്യ അഭ്യസിക്കുന്നവർക്ക് നിരവധി ഗുണങ്ങളായിട്ടുള്ള കാര്യങ്ങൾ ഈ വർഷത്തിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അത്തം നക്ഷത്രത്തിലുള്ള വിദ്യാർത്ഥികളായിട്ടുള്ളവർക്ക് പരീക്ഷയിൽ ഉന്നത വിജയം കൈവരിക്കാനുള്ള സാധ്യതയുണ്ട്. കുടുംബത്തിൽ സമാധാനപരമായ അന്തരീക്ഷം നിലനിൽക്കുമെങ്കിലും ആർക്കെങ്കിലുമൊക്കെ ആരോഗ്യകരമായ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. നിരവധി കാലങ്ങളായി തൊഴിൽ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഈ 2026 വിഷുവർഷത്തിൽ നല്ല ഒരു ജോലി കിട്ടുവാൻ സാധ്യതയുള്ള ഒരു വർഷമാണ്. വിവാഹത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അത്തം നക്ഷത്രത്തിലുള്ള പെൺകുട്ടികളാണെങ്കിലും ആൺകുട്ടികളാണെങ്കിലും തുലാമാസത്തിന് ശേഷം വിവാഹത്തിനുള്ള സാധ്യത കൂടുതലാണ്. പ്രണയപരമായി പറയുകയാണെങ്കിൽ പ്രണയത്തിൽ വളരെയധികം പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. പുതിയ പ്രണയബന്ധങ്ങൾ വരുവാനുള്ള സാധ്യതയും ഈ വർഷം കാണുന്നു. വിദേശത്ത് ജോലി അന്വേഷിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ആദ്യത്തെ 7 മാസത്തിന് ശേഷം ജോലി അന്വേഷിക്കുന്നതായിരിക്കും ഉത്തമം. പൊതുവെ അത്തം നക്ഷത്രക്കാർക്ക് വളരെയധികം ഗുണകരമായ ഒരു വർഷമാണ്. എന്നാലും ചില മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട്. ദൈവാധീനം നിങ്ങളെ എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും തുണച്ച് മുൻപോട്ട് കൊണ്ടുപോകുന്നതായിരിക്കും. ദോഷപരിഹാരാർത്ഥം ഗണപതി ഭഗവാനെ സ്തുതിക്കുന്നതും ഗണപതി ഗായത്രി ചൊല്ലുന്നതും ഗണപതിക്കുള്ള വഴിപാടുകൾ നടത്തി മുൻപോട്ട് പോകുന്നതും വളരെ ഉത്തമമായിട്ടുള്ള ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ശിവനും പാർവതിയും ഉള്ള ക്ഷേത്രത്തിൽ ദർശനം നടത്തി ശിവപാർവതിമാർക്ക് എന്തെങ്കിലും വഴിപാടുകൾ നടത്തുന്നതും ഉത്തമമായിട്ടുള്ള കാര്യമാണ്. അതുപോലെ തന്നെ ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിക്കുന്നതും വളരെയധികം നല്ലതായിരിക്കും. ഹനുമാൻ സ്വാമിക്ക് വെണ്ണ നിവേദ്യം, വെറ്റിലമാല എല്ലാം അർപ്പിക്കുന്നത് വളരെ ഉത്തമമായിട്ടുള്ള കാര്യമാണ്. ആഞ്ജനേയ സ്വാമിക്ക് വളരെയധികം ഇഷ്ടമുള്ള ഒരു വഴിപാടാണ് കുങ്കുമം വഴിപാടായി സമർപ്പിക്കുന്നതും വളരെ ഉത്തമമായിട്ടുള്ള കാര്യമാണ്. അതുപോലെ വ്യാഴാഴ്ച ദിവസം ഹനുമാൻ ചാലിസ ജപിച്ച് പ്രാർത്ഥിക്കുന്നതും വളരെയധികം ഉത്തമമായിട്ടുള്ള കാര്യമാണ്. സുബ്രഹ്മണ്യ സ്വാമിയെ പ്രാർത്ഥിച്ച് സുബ്രഹ്മണ്യ സ്വാമിക്ക് പനിനീരഭിഷേകം നടത്തുന്നതും വളരെ ഉത്തമമായിട്ടുള്ള കാര്യമാണ്. ഈ വഴിപാടുകളെല്ലാം നടത്തി മുൻപോട്ട് പോയി കഴിഞ്ഞാൽ അത്തം നക്ഷത്രക്കാർക്ക് വരാനുള്ള ദോഷങ്ങളെല്ലാം മാറിപ്പോയി നല്ല ഒരു വർഷമായി തീരും ഈ 2026 വിഷുവർഷം. എല്ലാ അത്തം നക്ഷത്രക്കാർക്കും നല്ല ഒരു വർഷമായിരിക്കട്ടെ 2026 എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും ദൈവത്തിൻ്റെ അനുഗ്രഹവും ഉണ്ടാകട്ടെ.